ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കായേനും ആബേലും. ആദം തന്റെ ഭാര്യയായ ഹവയോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ പ്രസവിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൽ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൽ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞിൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേലിനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്നോ നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാനാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായേലിനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിന്റെ സന്നിധിയിൽ വിട്ട് ഏദേന് കിഴക്ക് ദേശത്തേക്ക് വാസമുറപ്പിച്ചു. കായേന്റെ സന്താന പരമ്പര. കായേൻ തന്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൻ ഒരു നഗരം പണിതു. തന്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിനു നൽകി. ഹെനോക്കിന് ഇരാദും ഇരാദിന് മെഹുയായേലും ജനിച്ചു. മെഹുയായേലിന് മെതുശായേലും മെതുശായേലിന് ലമേക്കും ജനിച്ചു. ലമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു ലാബാൻ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവന്റെ സഹോദരൻ പേര് യൂബാൽ. കിന്നരവും വീണവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായ്ക്കും ഒരു പുത്രനുണ്ടായി, തുബൽക്കൈൻ. ചെമ്പുപണിക്കാരുടെയും ഇരുമ്പുപണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തുബൽക്കൈന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിന്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേലിന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെത് 70 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൽ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ ഹെനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല യേശുവേ, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും കഴിയുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശുവേ. ഈശോയെ, അവരെ രോഗങ്ങൾക്ക് ആശ്വാസമായി അവിടുത്തെ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അവരെല്ലാ മേഖലകളിലെയും അവരെ അനുഗ്രഹിക്കണമെന്നും യേശുവെ, അവരുടെ രോഗാവസ്ഥയെ പൂർണ്ണമായി സുഖപ്പെടുത്തണമെന്ന് അങ്ങോട്ട് താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവനും സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, അനാഥരും വിധവകളുമായി പല സ്ഥലങ്ങളിലും കഴിയുന്ന അനാഥാലയങ്ങളിലും വീടുകളിലും മറ്റും സഹായത്തിന് ആരുമില്ലാതെ കഴിയുന്ന അനേകായിരം മക്കളുണ്ട്. ഈശോയെ, അവരുടെ മേൽ കരുണ കാണിക്കുന്നു. അവർ മാനസികമായുള്ള വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണമെന്നും അവർക്ക് അന്ന് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല ഈശോയെ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരം ദമ്പതികളുണ്ട്. ഈശോയെ, അവർക്കൊരു കുഞ്ഞിനെ നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആദം മുതൽ നോഹ വരെ ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 150 വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രനുണ്ടായി. എനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിൻ്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. എനോഷിന് 90 വയസ്സായപ്പോൾ കൈനാൻ എന്ന പുത്രനുണ്ടായി. കൈനാന്റെ ജനനത്തിന് ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എനോഷിന്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കൈനാന് 70 വയസ്സായപ്പോൾ മഹ്ലയേൽ എന്നൊരു മകനുണ്ടായി. മഹ്ലയേലിന്റെ ജനനത്തിന് ശേഷം കൈനാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കൈനാന്റെ ജീവിതകാലം 930 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹ്ലയേലിന് 65 വയസ്സായപ്പോൾ യാരെദ് എന്ന മകനുണ്ടായി. യാരെദിന്റെ ജനനത്തിന് ശേഷം മഹ്ലയേൽ 830 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹ്ലയേലിന്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരെദിന് 162 വയസ്സായപ്പോൾ ഹന്നാക്ക് എന്ന പുത്രനുണ്ടായി. ഹന്നാക്കിന്റെ ജനനത്തിന് ശേഷം യാരെദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരെദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെന്നോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകനുണ്ടായിരുന്നു. മെത്തുശലഹിന്റെ ജനനത്തിന് ശേഷം ഹെന്നാക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെന്നോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെന്നോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ് ലമാക്കിന്റെ പിതാവായി. ലാമാക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവനും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിനു ശേഷം ലമേക്ക്
595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലമേക്കിന്റെ ജീവിതകാലം 877 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹാം, യാഫെത്ത് എന്നീ പുത്രന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല ഈശോയെ, കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് ഈശോയെ. അവർക്കെല്ലാം കടങ്ങൾ വീട്ടുവാനും അതുവഴി സമാധാനമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ജോലിയില്ലാതെ അലയുന്ന അനേകായിരം യുവതിവാക്കളും മറ്റും ഉണ്ട് ഈശോയെ. മറ്റുപേരുമുണ്ട് ഈശോയെ. അവരെല്ലാവരും അവർക്കൊരു ജോലി നൽകി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഈശോയെ, വിവാഹപ്രായത്തിനും വിവാഹം നടക്കാതിരിക്കുന്ന അനേകം യുവതിയുവാക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാം അനുയോജ്യമായ വധുവരന്മാരെ നൽകി അവരുടെ ജീവിതത്തെ സഫലമാക്കണമേ എന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് നല്ല മക്കളായി ജീവിക്കാനുള്ള കുടുംബജീവിതം നയിക്കാനുള്ള ശക്തി അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായകന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച ബാലന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിത്യജിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ട്, ഷേം, ഹാം, യാഫെത്ത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായിരുന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളിച്ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോട് കൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകം ഉണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിൻ്റെ അകത്തും പുറത്തും കീറി തയ്ക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകം ഉണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം.
നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല യേശുവേ, എല്ലാ യുവതി യുവാക്കന്മാരെയും കുട്ടികളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, അവർക്കെല്ലാവർക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന എല്ലാ കുട്ടികളെയും, അതുപോലെ തന്നെ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനും യേശുനാമത്തിൽ ആശ്രയിച്ച് നല്ല മക്കളായി വളരുവാനും തെറ്റായ ജടിക പാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ എന്ന് അടിയങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ.